ഔട്ടർ ലുക്ക്. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ 2026 എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. കുറേ ആയി ഞാൻ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ സോറി ഗൈസ്, എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. തിരിച്ചും സപ്പോർട്ടൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ബൈ ദ ബൈ, എൻ്റെ എല്ലാ യൂട്യൂബ് ഫ്രണ്ട്സിനും ഹാപ്പി ന്യൂ ഇയർ 2026 ആൻഡ് ഹാപ്പി ബർത്ത്ഡേ ടു മീ. ജനുവരി 10th എൻ്റെ ബർത്ത്ഡേ ആണ്. 25ലേക്ക് ഞാൻ അങ്ങനെ കാലെടുത്ത് വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. യെസ്, അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വലിയ സെലിബ്രേഷൻ ആയിട്ടല്ല, ഒരു കേക്ക് കട്ടിങ് ഉണ്ട്. എൻ്റെ രണ്ട് ഫ്രണ്ട്സ് വരും, ഫുഡൊക്കെ കഴിച്ച് ജസ്റ്റ് ഒരു വൈബ് ഡേ, അത്ര തന്നെ. ഓക്കെ, അപ്പോൾ ഞാൻ ഡെക്കറേഷൻസ് ഓക്കെ ആകട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ്റെ ഐറ്റംസ്. ഈ വാളിലാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ഡെക്കറേഷൻസ് അവിടെ തകൃതിയായി നടക്കട്ടെ. അതിനിടയ്ക്ക് ഞാൻ നിങ്ങളെ വേറൊരു വീഡിയോ കാണിക്കുകയാണ്. ജനുവരി 5th എൻ്റെ ജന്മനാൾ വരുന്നത്. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഈ പോകുന്നത്. അപ്പോൾ ഞാനങ്ങനെ റെഡിയായി. അപ്പോൾ ഓക്കെ ബൈ. ഞാൻ പോകുന്നത് ട്രിവാൻഡ്രം റൂട്ട് എപ്പോഴും പോകുന്നവർക്കറിയാം, നമ്മുടെ ആലങ്കോട് കഴിഞ്ഞൊരു പാലം വരുന്നുണ്ട് ആറ്റിങ്ങലിന് മുമ്പായിട്ട് TV ജംഗ്ഷനിൽ. അവിടെയാണ് ഈ ശ്രീ ശിവഭദ്ര ദേവി ക്ഷേത്രം ഉള്ളത്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ശിവലിംഗമാണ്. അത് ആ നദിയിലാണ് വരുന്നത്. ഞാൻ പോകുന്നത് ഒരു ഉച്ച സമയമാണ്, വേറൊന്നും കൊണ്ടല്ല. ഫസ്റ്റ് പ്രാവശ്യം ഞാൻ പോയപ്പോൾ അവിടെ പറയുന്നുണ്ടായിരുന്നു, ഈ എൻ്റെ ജന്മനാളിൽ തന്നെയാണ് അവിടുത്തെ ദേവിയുടെ നാളായി സങ്കല്പിച്ചുകൊണ്ട് അവിടെ സമൂഹസദ്യയും വിശിഷ്ട പൂജയൊക്കെ ഉള്ളത്. അങ്ങനെ ഞാൻ അന്ന് അവിടെ നിന്ന് സമൂഹസദ്യയൊക്കെ കഴിച്ചു. പൂജയ്ക്കൊക്കെ എഴുതി ഇതാണ് നമ്മുടെ ശിവലിംഗം. ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഔട്ടർ ലുക്ക് എന്ന് പറയുന്നത്. അപ്പം ഞാൻ റെഡി ആവട്ടെ. എൻ്റെ ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ട്. സൗമ്യ, സലി ആൻഡ് കൃഷ്ണ. ഹായ് പറയൂ. നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഫ്രൈഡ് റൈസ് ആൻഡ് ചിക്കൻ കറി ആയിരുന്നു ബർത്ത്ഡേ ഹൈലൈറ്റ്. ഞങ്ങളെല്ലാവരും ആദ്യം ഫുഡ് കഴിച്ചിട്ടാണ് കേക്ക് കട്ടിങ്ങിലോട്ട് പോയത്, കാരണം ഉച്ച നേരം കഴിഞ്ഞിരുന്നു. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.